നിത്യതയോളം നടത്തുന്നോനെ, നിത്യമാം സ്നേഹത്തെ നൽകിയോനെ, യേശുവേ സ്നേഹത്തിനുറവിടമേ, യേശുവേ സ്നേഹത്തിനുറവിടമേ. പാപത്തിൽ കിടന്ന എന്നെ നിൻ സ്നേഹത്താൽ വീണ്ടെടുത്തു. പാപത്തിൽ കിടന്ന എന്നെ നിൻ സ്നേഹത്താൽ വീണ്ടെടുത്തു. കരുണയിന്നുറവിടമേ, യേശുവേ സ്തുതി നിനക്ക്. കരുണയിന്നുറവിടമേ, യേശുവേ സ്തുതി നിനക്ക്. യേശുവേ സ്നേഹത്തിനുറവിടമേ, ഓ യേശുവേ സ്നേഹത്തിനുറവിടമേ, യേശുവേ സ്നേഹത്തിനുറവിടമേ. ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചവനായ കർത്താവ്, നിത്യമായ സ്നേഹത്തിൻ്റെ ഉറവിടമായ കർത്താവ് ഈ ഗാനത്തിൻ്റെ വരികളിലൂടെ നമ്മളോട് ഇടപെടുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ ഉറവിടം കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങൾ മനുഷ്യൻ്റെ സ്നേഹത്തിനു വേണ്ടി ഓടി അലയുന്ന, വളരെ പ്രതീക്ഷയോടെ അലയുന്ന ഒരു വ്യക്തിത്വമാണോ? കർത്താവിൻ്റെ ദാസൻ ഏബൽ ഈ പാട്ടിൻ്റെ വരികൾ പാടുമ്പം എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാ പറയുകയായിരുന്നു, ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടി അലഞ്ഞ് ഓടി നടക്കുന്ന ചില പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. മനുഷ്യൻ്റെ സ്നേഹം സമ്പാദിക്കുവാൻ, സഹോദരങ്ങളുടെ സ്നേഹം സമ്പാദിക്കുവാൻ, കാമുകൻ്റെ കാമുകിയുടെ സ്നേഹം സമ്പാദിക്കുവാൻ, ഭാര്യയുടെ ഭർത്താവിൻ്റെ സ്നേഹം സമ്പാദിക്കുവാൻ, ആ സ്നേഹത്തെ ഇങ്ങനെ പിടിച്ചെടുക്കുവാൻ വേണ്ടി അവരുടെ സ്നേഹത്തെ ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് മനുഷ്യൻ തരുന്ന സ്നേഹങ്ങളെല്ലാം താൽക്കാലികമാണ്. വേരിയേഷൻസ് ഉണ്ട്, മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ് ഏതു സമയത്തും. പക്ഷേ സ്നേഹത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ക്രൂശിൽ നമുക്ക് വേണ്ടി തൂങ്ങിയ, കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ക്രൂശിൽ അവൻ തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ തൻ്റെ സ്നേഹത്തെ അവൻ ക്രൂശിൽ പ്രകടമാക്കുകയാണ്. നിങ്ങൾ ആ കാൽവറി ക്രൂശിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളെ ആഴമായി സ്നേഹിച്ച, ചങ്ക് പിളർന്ന് നിങ്ങളെ സ്നേഹിച്ച, ചങ്കോടണച്ച് നിങ്ങളെ സ്നേഹിച്ച, ഈ ലോകത്തിൽ നീ എൻ്റെ ചങ്കാണ്, നീ എൻ്റെ ചങ്കാണെന്നൊക്കെ നിങ്ങൾ പലരെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അവരൊന്നും ചങ്ക് പൊട്ടി നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല, ചങ്ക് പിളർന്ന് നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. ചങ്ക് പിളർന്ന് നിങ്ങളെ നെഞ്ചോട് ചേർത്ത കർത്താവിൻ്റെ സ്നേഹമാ പ്രിയപ്പെട്ടവരെ കാൽവറി ക്രൂശിൽ ഞാനും നിങ്ങളും കാണുന്നത്. നീതിമാന്മാർക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുവാൻ തുനിയുമായിരിക്കും,
എന്നാൽ പാപികൾക്ക് വേണ്ടി ആരും മരിക്കുവാൻ തുനിയില്ല പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തൻ്റെ സ്നേഹത്തെ അവൻ ക്രൂശിൽ പ്രദർശിപ്പിച്ചു. ആ സ്നേഹത്തിൻ്റെ ആഴം, ആ സ്നേഹത്തിൻ്റെ വീതി, ആ സ്നേഹത്തിൻ്റെ ഉയരം അവർണ്ണനീയമാണ്, അഗോചരമാണ്, നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലുമൊക്കെയും അപ്പുറമാണ് പ്രിയപ്പെട്ടവരെ. ഈ ഗാനത്തിൻ്റെ വരികളിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. മറ്റെല്ലാവരേക്കാളും അധികം കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ എല്ലാറ്റിലും അധികമായി ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. മോർ ദാൻ എനിത്തിങ് ലോർഡ് ഐ ലവ് യു, ജീസസ് ഐ ലവ് യു. ഈ ലോകത്തിലെ എല്ലാറ്റിലും അധികം കർത്താവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. യേശുവേ സ്നേഹത്തിനുറവിടമേ, ഓ യേശുവേ സ്നേഹത്തിനുറവിടമേ, യേശു